ഇറാന്റെ ആകാശം കംപ്ലീറ്റ്ലി ഓപ്പൺ ആണ്. ഇറാന് ഒരു തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റവും ഇല്ല. ഞങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇറാന്റെ ആകാശത്തൂടെ പറന്ന് ചെന്ന് ഏത് എൻറ്റിറ്റീനെ വേണമെന്നുണ്ടെങ്കിലും ഏതൊരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേലെ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആക്രമണം നടത്താം. ഇതായിരുന്നു ഇറാൻ ആക്രമണം, ഇറാൻ അമേരിക്ക ആക്രമണം തുടങ്ങുന്ന സമയത്ത് അമേരിക്കക്ക് ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. അമേരിക്കക്ക് മാത്രമല്ല ഇസ്രായേലിനും ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ സിനാരിയോ ടോട്ടലി ഷിഫ്റ്റ് ആവുന്ന രീതിയിലേക്കുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇതിൽ ഇപ്പൊ വന്നേക്കുന്ന പുതിയ ന്യൂസ് എന്ന് പറയുന്നത് F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു വിമാനത്തിൽ നിന്നും 7700 എന്ന് പറയുന്ന ഒരു സ്കോക്ക് സിഗ്നൽ പുറത്തു വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്, സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വിമാനം അത്യന്തം അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്ന സമയത്താണ് ഇത്തരം സിഗ്നലുകളെ ഈ പറയുന്ന പൈലറ്റുമാർ പുറത്തുവിടാറ്. ആ വിമാനം തിരിച്ച് ലാൻഡായോ അതോ ആ വിമാനം കാണാതായിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനൊരു സിഗ്നൽ കിട്ടി എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇതിന് 2 ദിവസം മുന്നെയാണ് അമേരിക്കയുടെ ഒരു KC ടാങ്കർ വിമാനം ഇതുപോലെ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്. അന്ന് അത് അപ്രത്യക്ഷമാവുന്ന സമയത്തും 7700 എന്ന് പറയുന്ന ഈ സിഗ്നലിനെ ആ വിമാനവും പുറത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വിമാനത്തിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പക്ഷേ ഈ വിമാനം കാണാതാവുന്നതിനും ഈ F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനം ഒരു സ്റ്റെൽത്ത് വിമാനമാണെന്ന് ആലോചിക്കണം. സ്റ്റെൽത്ത് വിമാനം ഈ ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുന്നതിന് മുന്നേയും ഇതിനൊക്കെ ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ വേറൊരു ഇൻസിഡന്റ് കൂടെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. അതായത് 2 F-15 വിമാനം, അതേപോലെ തന്നെ ഒരു F-35 വിമാനം, അതിന്റെ പുറകിലായിട്ട് ഒരു ഈ സിഗ്നലുകളൊക്കെ കൊടുക്കുന്ന ടാങ്കർ വിമാനം പോലത്തെ വേറൊരു വിമാനം, ഇങ്ങനെ ഒരു കോൺവോയ് ആയിട്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ള ഒരു കോൺവോയ്, ഒരു വിമാന കോൺവോയെ ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ ആക്രമിച്ച് F-35 വിമാനത്തിനെ ഇറാൻ അടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് മലനിരകളെ മറയാക്കിയിട്ടും അതേപോലെ തന്നെ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലൂടെ പറന്നിട്ടും ഇറാനെ ആക്രമിക്കാം എന്ന സ്ട്രാറ്റജി ഇറാന്റെ മേൽ നടപ്പിലാവില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഷോൾഡറിൽ വെച്ചിട്ടുള്ള ആന്റി എയർ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ഇവർ വളരെ ഈസി ആയിട്ട് വിമാനങ്ങളെ അടിച്ചിടുന്നുണ്ട്. അന്ന് അടിച്ചിട്ടിട്ടുള്ള ഒരു F-15 വിമാനത്തിൽ നിന്നുള്ള ഒരു പൈലറ്റിനെ അവർക്ക് രക്ഷിക്കാൻ പറ്റി, എന്നാൽ മറ്റൊരു പൈലറ്റിനെ അവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. അന്ന് ഇറാൻ മീഡിയ പുറത്തുവിട്ടിട്ടുള്ള ഒരു വിവരമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും പൈലറ്റിനെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈലറ്റിന് മേലെ ഇനാം പ്രഖ്യാപിക്കുകയും അത് കണ്ടെത്തുന്ന ആളുകൾക്ക് ഇത്ര അധികം രൂപ സമ്മാനമായിട്ട് നൽകുകയും കൂടെ ചെയ്യുമെന്നുള്ളത്. എന്നാൽ അമേരിക്ക ആ ഒരു റെസ്ക്യൂ മിഷനെ ഊർജിതമായിട്ട് നടപ്പാക്കുകയും ആ പൈലറ്റിനെ രക്ഷിച്ചുകൊണ്ട് പോവുകയും കൂടെ ചെയ്തു. എന്നാൽ ആ റെസ്ക്യൂ മിഷനിലടക്കം വീണ്ടും അവർക്ക് 2 ഹെലികോപ്റ്ററുകൾ കൂടെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാന്റെ ആകാശം ഓപ്പൺ ആണ്. ഇറാന് ഒരു തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞ് ഇറാനിലോട്ട് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇറാനിലോട്ട് ചെന്നിട്ടുള്ള എല്ലാ മിഷനും തകരാറിലായി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ ഈ അമേരിക്കക്ക് കിട്ടിയിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങളിൽ കാതലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന എയർ അറ്റാക്ക് തുടങ്ങുന്നതിന് മുന്നേ അമേരിക്കയുടെ B-2B ബോംബറുകൾ വന്നിട്ട് ഇറാന്റെ ലോഞ്ചിങ് പാഡുകളും അതേപോലെ തന്നെ ഇറാന്റെ ന്യൂക്ലിയർ ഏരിയകളും നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അറ്റാക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നിലമൊരുക്കുന്ന പരിപാടി ആദ്യമേ അമേരിക്ക നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൽ എത്രത്തോളം സക്സസ് ഉണ്ട് എന്നുള്ള റേറ്റ് അനലൈസ് ചെയ്യുന്നതിലും അമേരിക്കക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ വെടിനിർത്തൽ നിലവിൽ വന്ന ഉടനെ തന്നെ ഇറാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആയുധം ഞങ്ങൾ പുറത്തെടുക്കും. ആ ആയുധം ഞങ്ങൾ പുറത്തെടുക്കുന്നത് കണ്ട നിങ്ങൾക്ക് ചിലപ്പം ഹൃദയാഘാതം ഉണ്ടാവും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഈ പറയുന്ന ആന്റി മിസൈലുകളോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഗണ്ണോ ആവാം ഇത് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന വിമാനങ്ങൾ എങ്ങനെ കാണാതാവുന്നു, എങ്ങനെ ഇത്തരത്തിലുള്ള അപായ സിഗ്നലുകൾ പുറത്തു വരുന്നു, ഇത്രയും ഫ്രജൈലായിട്ട് നിൽക്കുന്ന ഇറാന് എങ്ങനെ സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനങ്ങൾക്ക് നേരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ പറയുന്ന വീണ് കിട്ടുന്ന ആക്രമണങ്ങൾക്കിടയിലും അറ്റാക്കുകൾക്കിടയിലും മിഷനുകൾക്കിടയിലും തകരാറിലായി താഴെ വീഴുന്ന
ഡ്രോണുകൾ ഉപയോഗിച്ച് ഡ്രോണുകൾ എടുത്തുകൊണ്ട് പോയി റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അതിനെ കുറച്ചും കൂടെ മികച്ച ഡ്രോണുകളാക്കി മാറ്റിയിട്ടാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നേരെയും അതേപോലെ തന്നെ അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് നേരെയും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു ഇംബാലൻസ് കൂടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ വാറിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ പറയുന്ന ഗ്രൗണ്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു എക്കണോമിക് ഇംബാലൻസ് ഈ പറയുന്ന വാറിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ശ്രീലങ്കയുടെയും നേപ്പാളിന്റെ ഒക്കെ ടോട്ടൽ ബജറ്റിനേക്കാൾ കൂടുതലാണ് അമേരിക്കയുടെ ഡിഫൻസ് ബജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഹെവിയാണ്, എക്സ്പെൻസീവ് ആണ് അമേരിക്കയുടെ ഈ പറയുന്ന രീതിയിലുള്ള ആർട്ടിലറികൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്ടൈലുകൾ ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് നോക്കുന്ന സമയത്താണ് ഒരിക്കലും ഇറാന്റെ ആകാശം അമേരിക്കക്കും ഇസ്രായേലിനും ഓപ്പൺ അല്ല. അത് ഏതോ തരത്തിൽ ഇവർ ടാക്കിൾ ചെയ്യുന്നുണ്ട്. അതിൽ പല തരത്തിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള പല സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. അതിനെ സഹായിക്കുന്നത് ചൈനയാണെന്ന് പറയുന്നുണ്ട്. ചൈനയുടെ ഈ പറയുന്ന സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരിതിനെ പ്രതിരോധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന റഷ്യയുടെ കയ്യിലുള്ള S-400 റെപ്ലിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകളും അതേപോലെ തന്നെ മിസൈലുകളും ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടെ പല തരത്തിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അക്യുറസിയും ഇതിൻ്റെയൊക്കെ പിൻ പോയിന്റ് അക്യുറസിയാണ് മേജറായിട്ട് ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ചോദ്യങ്ങൾക്കൊന്നും ഇന്ന് പ്രസക്തി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപായ സിഗ്നൽ പുറപ്പെടുവിച്ചു എന്നുള്ള ഒരു വാർത്ത എന്തുകൊണ്ട് ഇത്ര അധികം ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് ആ എയർക്രാഫ്റ്റിന്റെ പ്രത്യേകതയാണ്. അതായത് F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള വിമാനം. അതായത് ഒരു റഡാറുകൾക്കും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വിമാനങ്ങളെയാണ് ഈ പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ എന്ന് പറയുന്നത്. ഇറാന്റെ കയ്യിലുള്ള പഴയ F-5 വിമാനങ്ങൾ എന്ന് പറയുന്നത് ഏത് ചെറിയ റഡാറുകൾക്ക് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന വിമാനങ്ങളാണ്. അങ്ങനെ റഡാറുകൾക്ക് പോലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത മെനൂവറബിലിറ്റി എന്ന് പറയുന്നതും ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഇത്തരം വിമാനങ്ങൾ എങ്ങനെ ഈ തരത്തിലുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു, അതും ഇറാൻ ആൻഡ് അമേരിക്ക ഈ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ? അതാണ് ഇവിടെ മുഖ്യമായിട്ട് വരുന്ന ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്.